നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫിനലിസിമയുടെ ചരിത്രം 29 വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന വമ്പൻ ഫുട്ബോൾ പോരാട്ടത്തെ തട്ടിയുണർത്തിയതായിരുന്നു 2022-ൽ. ദ ഫിനലിസിമ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദി ഗ്രാൻഡ് ഫൈനൽ എന്നാണ്. എന്നാൽ 1985-ലും 1993-ലും ഈ മത്സരത്തിന് മറ്റൊരു പേരായിരുന്നു അർടെമിയോ ഫ്രാൻചി കപ്പ്. യുഎഫയുടെ മൂന്നാമത്തെ പ്രസിഡന്റിന്റെ പേരാണ് അർടെമിയോ ഫ്രാൻചി എന്നുള്ളത്. 2022-ന് മുമ്പ് നിങ്ങൾ ഫിനലിസിമ എന്ന പേര് എവിടെയും കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം 37 വർഷം പഴക്കമുള്ള ഒരു മത്സരത്തിന് 29 വർഷം അവർ ഉറങ്ങാൻ വിട്ടു. യൂറോപ്പ് വേഴ്സസ് സൗത്ത് അമേരിക്ക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ മത്സരത്തിനുള്ളത്. കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരെയും യൂറോ ചാമ്പ്യന്മാരെയും നേർക്കുനേർ ഏറ്റുമുട്ടിച്ചുകൊണ്ടാണ് മത്സരം. ഇതുവരെയുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ യൂറോപ്പിനൊന്നും സൗത്ത് അമേരിക്കയ്ക്ക് 2-മാണ്. 85-ൽ ഉറുഗ്വേക്കെതിരെ ഫ്രാൻസ് വിജയം കണ്ടു. 93-ൽ മർഡോണയുടെ അർജന്റീന ഡെൻമാർക്കിനെ തോൽപ്പിക്കുന്നു. 2022-ൽ മെസ്സിയുടെ അർജന്റീന ഇറ്റലിനെ തോൽപ്പിച്ചു. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഫിനലിസിമ എന്ന പേരിൽ ഇങ്ങനൊരു മത്സരത്തിന് റീബ്രാൻഡ് ചെയ്ത് ഇറക്കാനുള്ള കാരണം തന്നെ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷനും യുഎഫയും തമ്മിലുണ്ടായിരുന്ന ഒരു MOU മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പുതുക്കിയതിന്റെ ഭാഗമായിട്ടാണ്. ഇനി നിങ്ങൾ പറ, 2026-ൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരായിരിക്കും ജയിക്കുക എന്ന്?